ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് ലൈഫ് അറൗണ്ട് മാർത്ത. ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളെ നാട്ടിൽ പോവാണ്. ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ഈ പ്രാവശ്യം നാട്ടിൽ ആഘോഷിക്കുക. മാർത്ത എവിടെ പോവാ? നോക്കിയേ, എവിടെ പോവാന്ന് പറഞ്ഞേ? നാട്ടിൽ പോവാന്ന് പറഞ്ഞേ. ഞങ്ങൾ നാട്ടിൽ പോവാ. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നാട്ടിൽ പോക്കും ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്രയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വഴിയെ കാണാം. ടാറ്റ കൊടുത്തേ. അപ്പം ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും മാമനും മാർത്തയും കൂടെ ഇപ്പോൾ പോകും. അപ്പം ഒരാഴ്ച കഴിയുമ്പോൾ പുറകെ വരും അല്ലേ? നാട്ടിൽ പോവാണല്ലോ എന്ന് പറഞ്ഞേ. ഓക്കെ നമുക്ക് പോവാം. അപ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. ഇനി അകത്ത് കയറാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ കാണാം. മാർത്തേ, അപ്പക്ക് ബൈ പറയും. അപ്പയോട് പോയിട്ട് വരാവേന്ന് പറയും. അക്കല്ല, അപ്പയോട് പോയിട്ട് വരാവേ പറയും. ഉമ്മ കൊടുക്ക്. വരില്ല ക്രിസ്മസ് ഓടി വരണേന്ന് പറ. അപ്പക്ക് ഉമ്മ കൊടുത്തേ. ബൈ ഹണി, പോയിട്ട് വരാം. ഓക്കെ ബൈ. ബൈ സാനിയ, ബൈ കൊടുത്തേ. ബൈ സാനിയ. ബൈ. സാനിയയും നമ്മളോട് നാട്ടിൽ ഇപ്പൊ വരുന്നില്ല, പുറകെ വരും. ഓക്കെ ബൈ. പോവാം എന്നാ, കയറാം. ഓക്കെ, അപ്പം നമ്മൾ അകത്ത് കയറി. ഇപ്പം നാട്ടിൽ പോകുന്നത് പ്രമാണിച്ച് നമ്മൾ 1-2 കുപ്പി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. പപ്പയ്ക്കും അച്ചാച്ചനും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് 1-2 കുപ്പി എടുക്കാം. ഏതാ കുപ്പി എടുക്കണ്ടേ? ഏതാ എടുക്കുന്നേ? ബ്രാൻഡിയാ? ഓക്കെ, നമുക്ക് കുപ്പി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ അത് നോക്ക്. സാരമില്ല, കുഴപ്പമില്ല. റമ്മാണത്. മറ തൊടല്ലേ. അതാണ് എടുക്കുന്നത്, മൗണ്ട് ഗേ. എന്നാ എടുക്ക്. രണ്ടെണ്ണോ? മങ്കി ഷോൾഡർ എടുത്തിൽ. അപ്പം നമ്മൾ ഒരു മൗണ്ട് ഗേ കൂടെ എടുക്കാന്ന് വിചാരിക്കുന്നു. കാണിച്ചേ. ഓക്കെ, എടുക്കാം. മറത്ത എടുക്കണ്ട മോനെ, എടുക്കണ്ട. ഇങ്ങോട്ട് വാ. എടുക്കല്ലേ. തള്ളണോ? നേരെ ഇരുന്നേ നോക്കട്ടെ. മറത്ത എവിടെ പോവാ? നാട്ടിൽ പോവാണോ? മലേഷ്യ പോവാണോ? എവിടെ പോന്നേ? എവിടെ പോവാന്ന് പറഞ്ഞേ? നാട്ടിൽ പോവാന്ന് പറയേ. അപ്പം ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. കുപ്പിയെല്ലാം എടുത്ത് സെറ്റായിട്ട് ഗേറ്റിൽ വന്നിരിക്കുവാണ്. ഇവിടുന്ന് മലേഷ്യക്കാണ് ആദ്യം പോകുന്നത്. മലേഷ്യ 1 മണിക്കൂറുണ്ട്. അവിടുന്ന് അത് കഴിഞ്ഞ് രാത്രി 9 മണിയൊക്കെ ആകുമ്പം ബാംഗ്ലൂർക്ക്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ജേണി, ഫ്ലൈറ്റ് ജേണി. ഒരു 1.5 മണിക്കൂർ ട്രാൻസിറ്റ് മലേഷ്യയിൽ. മാർത്ത എവിടെ ഇരുന്ന? അവിടെ വരെ പോകണ്ട. ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും നമ്മുടെ സീറ്റിൽ. മാർത്തയുടെ ബാഗ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുവാ. ബാ, ഇവിടെ പോയിരുന്നു. തണുക്കുന്നുണ്ടോ? അപ്പൊ ഇനി ഒരു 10-15 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആവുമായിരിക്കും. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോഴത്തേനും നമുക്ക് അകത്ത് കയറാം. 1.5 മണിക്കൂർ അവിടെ ട്രാൻസിറ്റ് ഉള്ളതിന് ഇവിടെ 1 മണിക്കൂർ ഇവർ ഡിലേ ആക്കി. 6:30 പോകേണ്ടതിന് പകരം 7:30 വരെ വെച്ചു. ഇപ്പോഴും 7:15. ഇതുവരെ നമ്മൾ ബോർഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ജസ്റ്റ് വന്നതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ഫ്ലൈറ്റ് നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇന്നത്തെ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ 17-ാം തീയതി നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ. 2 ദിവസം അതിന് ഇന്ത്യക്ക് 2 ദിവസം കഴിഞ്ഞ് ഇനി അവർക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ബാംഗ്ലൂർക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. സോ മാക്സിമം നമുക്ക് ഇന്നത്തെ ഫ്ലൈറ്റ് കിട്ടണം എന്നുള്ളതാണ് മെയിനായിട്ട്. അല്ലെങ്കിൽ പുള്ളിക്കാരി അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് അവർക്കൊന്നും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. എല്ലാം മലേഷ്യൻ ഗ്രൗണ്ട് സ്റ്റാഫ് പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ വിളിച്ച് പറയാൻ കുട്ടിയുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഒരു കഴിച്ചത് ഫുഡില്ല. ഇവളെ കൊണ്ട് അങ്ങനെ ഒത്തിരി നേരം നമുക്ക്
പറ്റില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവും. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, ബോർഡ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ ആദ്യം കയറ്റി വിട്ടു. ഏറ്റവും പുറകത്തെ സീറ്റായിരുന്നു. പക്ഷെ ആദ്യം ഇറങ്ങി ഓടേണ്ടത് കാരണം അവർ നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് തന്നത്. അപ്പൊ നമ്മൾ ആദ്യം ബോർഡ് ചെയ്യാൻ വേണ്ടി കയറി എത്തി. ഇവിടെ നിന്നാ മാർത്ത ഇങ്ങനെ ചിക്കനും നഗറ്റും ഒക്കെ തിന്ന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നെന്ന്. പോകണോ? ഈ ഓടല്ലേ? എന്ത് എയർപ്ലെയിൻ? എവിടെ? മാമനെ കാണിച്ചു കൊടുത്ത എയർപ്ലെയിൻ കയറാൻ പോവാന്ന് പറ. മാർത്ത കസ്റ്റമറല്ലേ വന്നിരുന്നേ. മാർത്ത അങ്ങനെ ഫ്ലൈറ്റ് കയറി പറഞ്ഞേ. മാർത്ത ഫ്ലൈറ്റ് കയറി പറഞ്ഞേ. മാർത്ത എങ്ങനെ ഫ്ലൈറ്റിൽ കയറി? സ്റ്റിൽ ബോർഡ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്രണ്ടിൽ സീറ്റിൽ ഇരിക്കുന്നു. ആൾക്കാരൊക്കെ കയറുന്നേ ഉള്ളൂ. മാർത്ത കളയല്ലേ? എന്താ അത്? ഇതെന്താ മാർത്ത കഴിക്കുന്നത്? മാർത്ത എന്താ കഴിക്കുന്നത്? അടുക്കളയോ? എന്താ കഴിക്കുന്നേ പറയ്. കയ്യിലെന്താ? കയ്യിലെന്താ പറ. ഗുബിരിയാണോ? ബിസ്ക്കറ്റ് അല്ലേ? കയ്യിലെന്താ? ബിസ്ക്കറ്റ് കഴിക്കുവാണോ? ഇനിയിപ്പോൾ സൂൺ എടുക്കുമായിരിക്കും. സോ നമുക്ക് മലേഷ്യയിൽ എത്തിയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ഓടിച്ചാടി പറന്ന് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു. അവർ ഇവിടെയും കുറച്ച് ഡിലേ ആയിരുന്നു. മാർത്ത മടുത്തു. അത് അങ്ങനെ മാർത്ത വരെ ബിസ്ക്കറ്റ് കിട്ടിയ ഫുഡൊന്നും കൊടുക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ കയറി ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുത്ത്. ഇപ്പം മാർത്ത എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? മാർത്ത ബിസ്ക്കറ്റ് കഴിക്കുന്നു. മാർത്ത എവിടെ പോകുക? നാട്ടിൽ പോവാന്ന് പറയും. ഓൾറെഡി നീ മലേഷ്യല്ല, നാട്ടിൽ പോവാന്ന് പറയും. അങ്ങനെ നമ്മൾ അടുത്ത നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പൊ ഇനിയെല്ലാം ബാംഗ്ലൂർ എന്നിട്ട് കാണാം. ഇനിയിപ്പം കഴിച്ചിട്ട് ഉറങ്ങാനാണ് സാധ്യത. പാലും കൂടെ കുടിച്ചിട്ട് അങ്ങനെ വിചാരിക്കുന്നു. മടുത്തു ഓൾറെഡി. നമ്മൾ എല്ലാവരും ഓട്ടം കാരണം മടുത്തു. ഉയ്യോ, മറ്റേത് ഇറങ്ങിയിട്ട് ഒത്തിരി ഓടാനുണ്ടായിരുന്നു. കുറേ ഓടി. ഇനി ഉറങ്ങും പറ മാർത്ത. രാരി വെക്കാൻ പോവാന്ന് പറയും. സോ നമുക്ക് ബാംഗ്ലൂർ എത്തുമ്പോൾ കാണാം. ബൈ ബൈ പറഞ്ഞേ. ടാറ്റാ. ബാംഗ്ലൂർ എത്തുമ്പോൾ കാണാന്ന് പറ. ബാംഗ്ലൂർ എത്തുമ്പോൾ കാണാന്ന് പറ. നാട്ടിൽ പോയാലോ എന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ പോവാന്ന് പറ. എയർപ്ലെയിനിൽ കയറി പറ. 1 2 3 പറഞ്ഞേ. അതാ ഐസ്ക്രീം എന്ന് പറഞ്ഞേ. ഐസ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ മാർത്ത. ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ് പറയും. ഇതെവിടെയാ? ഇരിക്കാം. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഭയങ്കര ഓട്ടമായിരുന്നു. രാത്രിയിൽ 1:30 നമ്മൾ ഇവിടെ എൻ്റെ മാമൻ്റെ വീട്ടിൽ എത്തി. അവിടെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ടു ലേറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് വീഡിയോ നമ്മുടെ സ്ഥിതിഗതികളൊന്നും എടുക്കാൻ പറ്റിയില്ല. ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. മലേഷ്യയിൽ നിന്ന് കയറി കുറേ നേരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും മാർത്ത ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഉറങ്ങാനൊക്കെ ശ്രമിച്ച്
പിന്നെ ബാംഗ്ലൂർ ഭയങ്കര ഡിലേ ആയി, ഒരു 45 മിനിറ്റ്സ് 1 ഹവറോളം ഡിലേ ആയിട്ട് എത്തി. എന്നിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ വേഗം ലൈറ്റായിട്ട് കഴിച്ചു, ഒരു ടാക്സിയൊക്കെ പിടിച്ച് ഇങ്ങ് പോന്നു. ഇവിടെ വന്നപ്പോഴത്തേനും എല്ലാവരും ഉറങ്ങി, മാർത്ത ഉറങ്ങി. മാർത്ത ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. മാർത്ത ഇവിടെ തണുപ്പുണ്ടോ? തണുപ്പാന്ന് പറഞ്ഞേ, ഭയങ്കര തണുപ്പാന്ന് പറ, ഭയങ്കര തണുപ്പാന്ന് പറയും. ആ കിട്ടോ. നേരത്തെ നല്ലപോലെ ഉറങ്ങി ഇപ്പം ജസ്റ്റ് എണീറ്റ് വന്നേ ഉള്ളൂ. നേരത്തതേ താഴോട്ട് ഇറങ്ങാം. താഴെ പെൻസിമമ്മയുണ്ട്. ഇവിടെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാവരെയും കാണണം. ഇവിടെ പിള്ളേരെല്ലാവരും സ്കൂളിൽ പോയി. ഇപ്പോൾ അവരെല്ലാം വന്നിട്ട് നമുക്ക് അവരെ കാണാം. എൻ്റെ അമ്മേ, ഇത് എവിടെയാ വാർത്ത? എവിടെയാ നോക്കിയേ? എവിടെയെന്നൊക്കെ പറയ്. വണ്ടിയാണോ ഇത്? ഇതെന്താ, ആരുടെ വണ്ടിയാ? മാർത്തയുടെ വണ്ടിയാണോ? ഇത് ഇവിടുത്തെ ചേട്ടായിമാരുടെ മാമന്മാരുടെ ഒക്കെ വണ്ടിയാ. ചേട്ടന്മാരുടെ ആണോ? ഇത് കാറാണോ? കാറാണോ? കാറാണെന്ന് പറ. കാറാണ്. ആരാ തന്നെ മാർത്ത ഈ കാറ്? ആരാ തന്നെ? മമ്മിയാണോ? പറയ്, മമ്മിയാന്ന് പറയ്. മമ്മിയാന്ന് പറയ്. എണീറ്റോ? ഓ, ഇരിക്കയോ? അമ്മ ഇരിക്കയോ? ശരി, അമ്മ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. നമുക്ക് അപ്പം കഴിക്കാം. മാർത്തയ്ക്ക് അപ്പം വേണോ? ചിക്കൻ വേണോ? ചായ വേണോ? ചായ തീർന്നു പോയി. ഓക്കെ, എന്നാ നമുക്ക് നമ്മള് മാർത്തയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോവാ. മാർത്ത അറിയില്ലല്ലോ. ലൈറ്റിലേക്കാ നോക്കണേ. മാർത്തന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യുവാണേ. അമ്മയെ നോക്കിയേ. ചിരിക്കി ചിരിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്യുവാണേ. അമ്മനെ നോക്കിയേ. അമ്മ എവിടെ? തെറ്റുകൊണ്ടിട്ടാ നോക്കുന്നത്. അമ്മയുടെ ഉടുപ്പ് എന്താ? അമ്മയുടെ കയ്യിലെന്താ? ഇതെന്താ? അമ്മയുടെ കയ്യിലെന്താന്ന് പറഞ്ഞേ? അമ്മയുടെ കയ്യിലെന്താ പറഞ്ഞേ? ഇതെന്താ? ഇവിടെ നോക്ക്. ഇതെന്താ പറയ്? മൈക്ക്. ഇതെന്താ? കഴിഞ്ഞോ ചേച്ചി? ഓക്കെ, നമ്മളിവിടെ നമ്മുടെ മാമന്റെ കടയില്, മാമനിവിടെ ഒപ്റ്റിക്കൽസ് നടത്തും. ആന്റി എന്താ ഒപ്റ്റോമെട്രിസ്റ്റാ. അപ്പൊ നമ്മള് അവരുടെ കടയിൽ വന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു. ഹായ് പറഞ്ഞു മാമ. ഇതാണ് എന്റെ മമ്മിയുടെ ബ്രദർ. ഇതും മമ്മിയുടെ ബ്രദറിന്റെ മകൻ. ഇടാ നോക്കടാ. ഹായ്. അങ്ങനെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. മൊത്തം കണ്ണ് ടെസ്റ്റ് ചെയ്തോ? അവരെ കണ്ണ് ടെസ്റ്റ് ചെയ്തോ? ആരാ കണ്ണ് ടെസ്റ്റ് ചെയ്തേ? പോട്ടെ. കണ്ണാടി വെച്ച് നോക്കും. നിങ്ങള് കണ്ണാടി വെച്ച് നോക്കും. വേറെ തരുമോന്ന് ചോദിച്ചേ. ഇതെങ്ങനെയുണ്ട്? അവന്റെ കണ്ണാടിക്കടയിൽ വന്നിട്ട് കണ്ണാടി അല്ല, എനിക്ക് കണ്ണാടിയുടെ ആവശ്യം. ഞാൻ എപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട്
അതെനിക്ക് വേണ്ട. അതിലൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. മാത്തയ്ക്ക് തരും, മാത്തയ്ക്ക് പച്ചയൊക്കെ തരും വല്ല. മമ്മ വെച്ചുതരാം. അവിടെ നിൽക്ക്, കൈ താത്തിട്ട് മമ്മ വെച്ചുതരാം. വിട്, പൊട്ടിപ്പോ. നേരെ നിൽക്ക്, ഇങ്ങോട്ട് നേരെ നിൽക്ക്. സ്റ്റിക്കർ തരാം. ഇത് കണ്ണിൽ വെച്ചിട്ട് സ്റ്റിക്കർ പറിക്കാം. ഇതിന്റെ മുഖത്തൊന്നും ഭാഗം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നമുക്ക് അതിനകത്ത് ആ സാധനം പറിക്കാനാ. സ്റ്റിക്കർ ഇല്ല അതില്. ഈ കണ്ണാടി വെച്ചോ. സൂപ്പർ. ഇനി കണ്ണാടി വെച്ച് കാണിച്ച് മാമനെ കാണിച്ച് മാമനെ കാണിച്ചു കൊടുത്തേ. സൂപ്പറാണോന്ന് ചോദിച്ചേ. ഇതെല്ലാം വേറെ വെച്ചു കൊടുക്കും. അയ്യോ താഴെ കളയല്ലേ. വാവ് പറഞ്ഞേ. അടിപൊളിയാണോ? ഏതാ അടിപൊളി? പിങ്ക് ആണോ സൂപ്പർ, നീലയാണോ സൂപ്പർ? കണ്ണാടി നോക്കിക്കേ, കണ്ണാടി നോക്കി ചിരിച്ചേ. ഇവിടെ ഗാന്ധി താത്തയോ? നോക്കിക്കേ കണ്ണാടി, കണ്ണാടി നോക്കിക്കേ. അടിപൊളി. വെരി നൈസ്. അടിപൊളി എന്ന് പറഞ്ഞേ ഉച്ച. സൂപ്പർ പറഞ്ഞേ. ഇതാണ് മാർത്തിയായിരുന്നോ? എന്ത് ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? കയ്യിലൊരു വാങ്ക് അക്കത്തിക്കുത്താൻ അക്കത്തിക്കുത്താനൊരു കയ്യിലൊരു വാങ്ക്. എന്താടി നീ കളിക്കുന്നേ? ഇതൊക്കെ ആരാ വാർത്ത? എന്റെ അമ്മേ. നമ്മളിവിടെ ബാംഗ്ലൂർ ഇവിടെയുള്ള മാർത്തയുടെ കസിൻ ചേച്ചിമാരുടെ മാത്രം ഗെയിമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ബാംഗ്ലൂർ മാമൻ്റെ അടുത്താണ്. അവിടെ മാർത്തയുടെ കസിൻ ചേച്ചിമാരൊക്കെ ആയിട്ട് കളിച്ചോണ്ടിരിക്കുക. മാർത്ത ഇങ്ങോട്ട് നോക്കിയേ, ടാറ്റ പറഞ്ഞേ. ഇവിടെ ഇവിടെ നോക്ക്, മാർത്തയുടെ ചേച്ചിക്കുട്ടി, കസിൻ ചേച്ചി ഇവാനി കുട്ടി. നമ്മൾ ഇനിയിപ്പം ഇവിടെ ഇപ്പം സമയം 5:45, ഒരു 8 മണിയൊക്കെ. റോങ്ങാണോ? ആഹാ ഓക്കെ. അപ്പോൾ 5:30 കഴിഞ്ഞു. നമ്മുടെ വണ്ടി എത്ര മണിക്ക്? നമ്മുടെ വണ്ടി 10 മണിക്ക് ആണ് നമ്മുടെ ബസ് നാട്ടിലേക്ക്. അപ്പോൾ നമ്മളിനി ഇവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങും. ട്രാഫിക്കൊക്കെ ഉള്ളത് കാരണം കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പം വെറുതെ വാ, ഓടി വാ. ആരാ നോക്കി. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ വീട്ടിൽ ചെല്ലും. വൈകുന്നേരത്തെ ബസ് കയറി രാത്രി നമ്മൾ വീട്ടിൽ ചെല്ലും. പപ്പേനെ മമ്മീനെയൊക്കെ കാണും. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ പുറകെ വരും. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ പറഞ്ഞേ. ബൈ പറയും. ബൈ.